ഇത് ഞാൻ വാങ്ങിച്ച ഒരു എക്സ്റ്റൻഷൻ കേബിളാണ്. ഒരു 2 മീറ്റർ വയറും എല്ലാമായിട്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഡിറ്റാച്ചൊക്കെ ചെയ്ത് നമുക്ക് ഇങ്ങനെ ചുറ്റിയൊക്കെ വയ്ക്കാം, ഒതുങ്ങിയൊക്കെ ഇരിക്കും. അപ്പം ഇതിനകത്ത് എല്ലാ ടൈപ്പ് ഇത് പ്ലഗും ഇത് ചെയ്യും. നമുക്ക് സ്ക്വയർ ടൈപ്പ് ആണെങ്കിൽ സ്ക്വയർ ടൈപ്പും പറ്റും, അല്ലാത്ത റൗണ്ട് ടൈപ്പും ഇന്ത്യൻ ടൈപ്പും പറ്റും, UK US ടൈപ്പും നമുക്കിത് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു LED ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച്, ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. എന്ത് ടൈപ്പ് സ്വിച്ചാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമുക്കിതാ ഇവിടെ ഒരു കുന്ത്രണ്ടം കൂടെ ഉണ്ട്. എന്താണെന്ന് ഒരു റീസെറ്റ് സ്വിച്ച് എന്നൊക്കെയാണ് ഇതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല എന്താണെന്ന്. ഇനി റീസെറ്റബിൾ ഫ്യൂസ് ആണോ എന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സാധനത്തെ നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. ഇതിനകത്ത് എന്താണെന്ന്, എന്തൊക്കെയുണ്ട്, ആ സ്വിച്ച് എന്താണെന്നൊക്കെ നമുക്ക് പൊളിച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്മാൻറ്റ്ലിങ് വീഡിയോ ആണിത്. അപ്പം ഇത് സ്റ്റാർ സ്ക്രൂ ആണ് യൂസ് ചെയ്യണം. സ്റ്റാറും സപ്പോർട്ട് ചെയ്യും, പിന്നെ ഫ്ലാറ്റും സപ്പോർട്ട് ചെയ്യും. ഞാൻ സ്ക്രൂ കാണിച്ചു തരാം. ഇതുണ്ട്, സ്റ്റാറും സപ്പോർട്ട് ചെയ്യും, ഫ്ലാറ്റും സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സ്ക്രൂ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ ഇത് ഇരിക്കട്ടെ, നമുക്കിത് ഓരോന്നായിട്ട് ഒന്ന് ഇളക്കാം. റീസെറ്റബിൾ ഫ്യൂസാണ്, എനിക്കതാണ് ഏറ്റവും മെയിനായിട്ട് അത് കാണേണ്ടത്. എന്താണ് ആ റീസെറ്റ് എന്ന് പറയുന്ന സാധനമൊന്ന്. കാരണം അല്ലാതെ ഈ സോക്കറ്റൊന്നും അല്ല എനിക്ക് കാണാൻ, ഇത് നിങ്ങളെ കാണിക്കാനുള്ളത് എനിക്കതും. പിന്നെ ഈ ടൈപ്പ് സ്വിച്ച് ഏതെന്ന്, സാധാരണ ഇലക്ട്രോണിക് ടൈപ്പ് സ്വിച്ചുകളാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് പുഷ് ടു ഓൺ ഓഫ് സ്വിച്ച് ആണോ യൂസ് ചെയ്യുന്നത്, സാധാരണ നോർമൽ ടൈപ്പ്. എന്നിട്ട് അതിനകത്ത് വലിയൊരു ഇതേപോലത്തെ ഒരു നോബാണോ കൊടുത്തേക്കുന്നത്, ഇതൊക്കെയാണ് എനിക്ക് അറിയാനുള്ളത് മെയിനായിട്ട്. അപ്പോൾ ഈ 2 സാധനത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഇതിനകത്തുള്ള കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാവർക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കാം കേട്ടോ, PVC ഉപയോഗിച്ച്, വളരെ സിമ്പിളായിട്ട്. കാരണം ഇത് എൻ്റെ യൂസ് ചെയ്യുന്ന പല സാധനങ്ങൾക്കും പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ 2 ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം അവസാനം വീഡിയോ. ഇത് തിരിച്ച് മുറുക്കിയതിന് ശേഷം ഇല്ലേ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിനകത്ത് യൂസ് ചെയ്യണത്. ഇതാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം. സാധാരണ ഉള്ള ഇത്തിരി ക്വാളിറ്റി ഉള്ള പുഷ് ടു ഓൺ സ്വിച്ച് തന്നെയാണ് ഈ സാധനം. അല്ലൊക്കെ ക്വാളിറ്റി കുറഞ്ഞതല്ല, നമ്മൾ സാധാരണ നമ്മുടെ മ്യൂസിക്കൽ സിസ്റ്റത്തിലും TV-യിലെല്ലാം യൂസ് ചെയ്യുന്ന ടൈപ്പാണിത്. TV-യിലാണ് മോസ്റ്റ് പ്രോബ്ലി നമ്മളിത് ടൈപ്പ് സാധനം കണ്ടിട്ടുള്ളൂ. TV-യിലെന്ന് പറഞ്ഞാൽ പഴയ ടൈപ്പ് TV-യിൽ അതിൽ ഞാൻ ഇത്തിരി കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. കണക്ഷൻ എല്ലാം വളരെ സോൾഡറിങ് അല്ല, ഒരു മെയിൻ കോമൺ സോൾഡറിങ് എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. ഇതാണ് അതിൻ്റെ പുഷ് ടു ഓൺ സ്വിച്ച്. ഒന്നുമില്ല, സാധാ സ്വിച്ച്, നോർമൽ. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ട്, വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തിരിച്ചാണ് 8 ആംപിയർ അല്ലെങ്കിൽ 128 ആംപിയർ 250 വോൾട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ 8 ആംപിയർ 250 വോൾട്ടിലായിരിക്കണം 8 ആംപിയർ. 128 ആംപിയർ എന്ത് കണക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. DC ആണോ എന്ന് എനിക്കറിയില്ല. കാണാമല്ലോ അല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഇത്തിരി ക്വാളിറ്റിയുള്ള ഇതാണ്. പിന്നെ ഒരു നിയോൺ ലാമ്പ് ഇവിടെ ഉണ്ട്. ഈ താഴെയായിട്ട് ലൈറ്റിന് വേണ്ടി ഒരു നിയോൺ ലാമ്പാണ് കൊടുത്തേക്കണത്. നിയോൺ ലാമ്പ് അത് അതിൻ്റെ പവർ ഇൻഡിക്കേറ്ററായിട്ട്. ഇനി മെയിനായിട്ട് അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ഫങ്ഷണാലിറ്റി ഇത് ക്വാളിറ്റിയുള്ള സ്വിച്ചാണ്, ലോങ് ലൈഫാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ TV-യിലെല്ലാം യൂസ് ചെയ്യുന്നത്, പണ്ടത്തെ TV-യിലെല്ലാം നമ്മൾ യൂസ് ചെയ്തത് ഈ ടൈപ്പ് സ്വിച്ചാണ്. ഇതെന്ത് പറ്റി വർക്ക് ചെയ്യാത്തത്, എന്തോ സംഭവം എവിടെയോ ലോക്കായി. ഓക്കെ, ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഈ സാധനം എന്തിനാണ് 10 ആംപിയർ. ഇത് റീസെറ്റബിൾ ഫ്യൂസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതെന്താണെന്ന് അറിഞ്ഞൂടാ ഈ സാധനം. ഞാനതൊന്ന് സെർച്ച് ചെയ്തിട്ട് പറഞ്ഞുതരാം ഇതെന്താണെന്ന്. 10 ആംപിയർ 125 അല്ലെങ്കിൽ 250 വോൾട്ട്. പിന്നെ വോൾട്ടേജ് DC ആണെങ്കിൽ 32 വോൾട്ട് DC വരെ നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം. ഉണ്ടല്ലോ. ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണക്ഷൻ ഡയഗ്രാം ഇത് മിക്കവാറും ഫേസാണ്. ഫേസ് വന്നിട്ട് ഫ്യൂസായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഫേസ് വന്നിട്ട് നേരെ ഇതിനകത്തു നിന്നാണ് ഇത് പോകുന്നത്. ഇനിയിപ്പം വേറെ വല്ല ഫ്യൂസും ആണോ, റീസെറ്റബിൾ ഫ്യൂസ് ആണോ ഇത്? റീസെറ്റബിൾ ഫ്യൂസ് ആവാനാണ് സാധ്യത കൂടുതൽ. ഈ സാധനം കൊള്ളാം. ഷോർട്ട് സർക്യൂട്ടും എല്ലാം വരണമെങ്കിൽ അവനങ്ങ് ട്രിപ്പ് ആയിക്കോളും. ഇതിലെ ഇങ്ങനെ ഊരിയെടുക്കാം കേട്ടോ. എന്താ സാധനം ഒന്നും അറിഞ്ഞൂടാ. റിവൈറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് ഈ സാധനം. റിവൈറ്റാണ് ചെയ്ത് വെച്ചേക്കുന്നത്.
വീഡിയോയുടെ അവസാനം ഞാൻ ഈ സർക്യൂട്ട് ബ്രേക്കറുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാമേ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു സാധനം. ഇപ്പോൾ നമ്മൾ മിക്സിയിലെല്ലാം ഒരു ടൈപ്പ് സാധനമുണ്ട്, പക്ഷേ അത് തന്നെ ആണോ ഇതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മിക്സിയിൽ ഓവർലോഡ് വരുമ്പം എടുക്കുന്ന ഒരു സാധനമില്ലേ, അത് തന്നെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാമേ എന്താണെന്ന്. ഇതൊന്ന് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കട്ടെ ഇത് എന്താണ് സാധനമെന്ന്. എനിക്കറിയില്ല ഈ സാധനം എന്തിനാണെന്ന്. ഓക്കെ, തിരിച്ചടച്ച് വയ്ക്കുകയാണേ. നല്ല ബോക്സൊക്കെ കൊള്ളാം, ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷേ ഇതിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എല്ലാം ക്വാളിറ്റി ഉള്ളതാണ്, പക്ഷേ ഇതിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിത് അടച്ചതിന് ശേഷം പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു തരാമേ. ഇത് ഈ ബോക്സിൻ്റെ ഡിസൈനിൽ വന്ന ഒരു പ്രോബ്ലമാണ്. നമ്മളാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ, നമ്മൾ എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഇഷ്യൂ എല്ലാം റിസോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ഇതാണ് നമ്മുടെ ചാർജർ, ഇപ്പം വരുന്ന ചാർജറാണ്. ഇപ്പം ഈ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട, ഇതിനിപ്പുറത്ത് പിന്നെ വേറൊരു സ്വിച്ചും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ചാർജർ എന്നതാ ഇത്രയും സ്പേസ് എടുക്കുന്നുണ്ട് കണ്ട. അപ്പോൾ ഇതേപോലത്തെ ചാർജറിന് ആവശ്യമായിട്ടുള്ള സാധാ നോർമൽ പ്ലഗുകളെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 3 പിന്നാണെങ്കിൽ എന്താ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ 3 പിൻ, അവൻ്റെ 3 പിൻ എടുത്ത് ഞാൻ കുത്തിയെ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് ഈ സാധനം കുത്താൻ പറ്റില്ല. കണ്ട, ഇവിടെ തട്ടിലിരിക്കണം കണ്ട. ഇതാണ് ഈ ഒരു സാധനത്തിൻ്റെ കുഴപ്പം. അത് നല്ലതാണെന്ന് ചോദിച്ചാൽ യൂസബിലിറ്റി ഇല്ല, ഭയങ്കര കുറവാണ്. ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ കണക്ട് ചെയ്യണം. ഇവിടെ കണക്ട് ചെയ്താൽ പിന്നെ ഈ 2 സാധനത്തിലൊന്നും പിന്നെ വേറെ ഒന്നും കുത്താൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു സാധനത്തിൻ്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഈ പ്രോബ്ലംസ്, ഇപ്പം നമുക്ക് പ്രോബ്ലംസ് എല്ലാം മനസ്സിലായല്ലോ. ഇതേപോലത്തെ ഇതിനെ മുഴുവൻ റിസോൾവ് ചെയ്തുകൊണ്ട് ഞാനൊരു, മാത്രമല്ല ഇതിന് 3നും കൂടെ 4 എണ്ണത്തിനും കൂടെ ഒരൊറ്റ കൺട്രോൾ സ്വിച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചില സമയങ്ങളിൽ നമുക്ക് 1 by 1 ആയിട്ട് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇപ്പം 4 ചാർജർ ഞാനിപ്പോൾ കണക്ട് ചെയ്തെന്ന് വെച്ചോ, ഞാനിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 4 ചാർജർ ഓണായി കിടക്കുക. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ചാർജർ മാത്രം, അതിനുവേണ്ടി നമ്മൾ ഇത് പ്ലഗ് ചെയ്ത് ഊരിയിടണം. അപ്പോൾ അതേപോലത്തെയൊക്കെയാണ് യൂസബിലിറ്റി ഭയങ്കര കുറവാണ് ഇതിന്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്കൊരു എക്സ്റ്റൻഷൻ കേബിൾ എക്സ്റ്റൻഷൻ ബോക്സ് നമുക്ക് ഉണ്ടാക്കാം. എനഫ് സ്പേസ് ഒക്കെ ഇട്ട് നോർമൽ സാധാരണ ഇലക്ട്രിക്കൽ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാം. അവിടെ സ്ക്വയറൊന്നും നമുക്ക് സപ്പോർട്ട് ആകില്ല, സാധാ റൗണ്ട് മാത്രമേ സപ്പോർട്ടുള്ളൂ. ഇന്ത്യയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഞാൻ നോക്കട്ടെ, മൾട്ടി ടൈപ്പിലുള്ള സോക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്യാം. വെച്ച് ഞാൻ ഒരെണ്ണം പുതിയതായിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ എക്സ്റ്റൻഷൻ ബോക്സ് വാങ്ങിക്കുമ്പോഴും ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം വാങ്ങിക്കാൻ. നല്ല സ്പേഷ്യസ് ആയിരിക്കണം സോക്കറ്റുകൾ തമ്മിൽ, എങ്കിലേ നമുക്ക് യൂസ് ഉള്ളൂ. ഞാനിത് അന്വേഷിച്ച് കണ്ടെത്തി കേട്ടോ ആ സാധനം. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 5 ആംപിയർ മുതൽ 30 ആംപിയർ വരെ അവൈലബിൾ ആയിട്ടുള്ള തെർമൽ സർക്യൂട്ട് ബ്രേക്കർ സ്വിച്ചാണ്. അത് വിത്ത് റീസെറ്റ് ബട്ടനാണ്. വിത്ത് റീസെറ്റ് ബട്ടൺ എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്യൂസ് ഇല്ലേ, അതും തെർമൽ ഫ്യൂസ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതായത് ചൂട് കൂടുമ്പം അത് ബ്രേക്ക് ആവും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ചൂട് കൂടുമ്പം ഇത് കട്ടായിട്ട് നമുക്ക് റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്താലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഒരല്പം വില കൂടുതലുണ്ട് ഇതിനകത്ത് ഓൺലൈനായിട്ട് വാങ്ങിക്കാനായിട്ട്. പക്ഷേ നമുക്ക് ലോക്കൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഇലക്ട്രിക്കൽ കടയിൽ ചോദിച്ചിട്ട് ആ സാധനം അവിടെ ഇല്ല. അത് ഇലക്ട്രോണിക്സ് കടയിലൊന്ന് തപ്പി നോക്കാൻ പറയുന്നുണ്ട്. ഞാനിനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാനൊന്ന് നോക്കാം. ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള. ഈ സാധനം വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ.